തെരുവുനായ ശല്യം കേരളത്തിലൊരു കീറാമുട്ടിയാണ്. പലവിധ ഇടപെടലുകൾ ഉണ്ടായിട്ടും ദിനം പ്രതി തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ചെറിയൊരു കണക്ക് നോക്കാം. കേരളത്തിൽ 2014 മുതൽ 2025 ഏപ്രിൽ വരെ തെരുവ് നായയുടെ കടിയേറ്റത് 22.52 ലക്ഷം ആളുകൾക്കാണ്. കഴിഞ്ഞ 7 മാസത്തിനിടെ മാത്രം കടിയേറ്റത് 1.5 ലക്ഷത്തിലധികം പേർക്ക്. കഴിഞ്ഞ 2 വർഷങ്ങളിലും 3 ലക്ഷത്തിലധികം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. 11 വർഷത്തിനിടെ നായ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണമാണ് ശ്രദ്ധിക്കേണ്ടത്, 160. കഴിഞ്ഞ 2 ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും തെരുവ് നായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ വൈറലായി. ഒരു കൊച്ചുകുട്ടി തെരുവ് നായ ശല്യത്തിൽ മന്ത്രിമാരുടെ ഇടപെടൽ ആവശ്യപ്പെടുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ കാത്തക്കുട്ടിയാ. എനക്കെന്ന് പറയാനുള്ളത് നമ്മളെ മന്ത്രിമാരോടാണ്. കുറേ മന്ത്രിമാരുണ്ടല്ലോ, അതിലാരെങ്കിലും ഒരാളെ ഞാൻ പറയുന്നത് കേൾക്കണം. ഇവിടെ തെരുവ് നായനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനക്കെൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോണ്ടേ. ആകെ കിട്ടുന്ന ഒരു ദിവസം ലീവ്, ഞായറാഴ്ച. ആ ദിവസം അമ്മമ്മേൻ്റെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എനിക്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ആക്കിത്താ എൻ്റെ മന്ത്രി. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങൾ അവരോട് പറ കുഞ്ഞുങ്ങളെ കടിക്കാൻ പാടില്ല. അതുമല്ലെങ്കിൽ പട്ടി സ്നേഹികളെ വീട്ടിൽ കൊണ്ടാക്ക്. ഇതൊന്നും പറ്റുന്നില്ല, ഞാൻ അമ്മാമ്മേന്റെ വീട്ടിൽ പോകുന്നില്ല. ഇത് കാത്തുവിന്റെ മാത്രം ആവശ്യമല്ല. ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട വീഡിയോകളിൽ പലതിലും കുട്ടികളാണ് ഇരകളാവുന്നത് എന്നതാണ് പ്രധാന പ്രശ്നം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളിൽ നിന്ന് നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ കാത്തു ചോദിച്ചതുപോലെ ഈ തെരുവ് നായ ശല്യത്തിൽ നിങ്ങൾ എന്ത് നടപടിയെടുക്കുന്നു എന്നതാവും. പ്രതിപക്ഷ കക്ഷികൾ കേരളത്തിൽ ഇത് സർക്കാരിനെതിരെ ആയുധമാക്കുമ്പോൾ ഇതുവരെ നടത്തിയ ഇടപെടലുകൾ നിരത്തിയാവും സർക്കാർ മറുപടി പറയുക. ശാശ്വത പരിഹാരം ഉണ്ടാവാത്തതിന് കേന്ദ്ര നിയമങ്ങളാണ് തടസ്സമെന്ന് തദ്ദേശ വകുപ്പ് വാദിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ അടുത്തിടെ നടത്തിയ സുപ്രീം കോടതിയുടെ ഇടപെടലുകൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാവാൻ വഴി തുറക്കുമോ? പരിശോധിക്കാം. ഈ വിഷയത്തിൽ വിശദമായി തന്നെ ഒരു ചർച്ചയിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു, ഒപ്പം അനുമോദ്. ഈ വിഷയത്തിൽ വളരെ വിദഗ്ധരായ ആളുകളുടെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഏറ്റവും പ്രധാനം, ഈ വിഷയത്തിൽ എത്രയോ നാളുകളായി നടക്കുന്ന ഒരു തർക്കമാണ്. അതായത് ഇതിൽ സംസ്ഥാനത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ എന്നതാണ്. പക്ഷേ സംസ്ഥാനം ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ തെരുവ് നായ്ക്കൾ പെറ്റുപെരുകി ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായി മാറാനുള്ള സാഹചര്യം എന്താണ്? നിലവിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം ഈ തെരുവ് നായകളുടെ ജനന നിയന്ത്രണം അത് പൂർണ്ണമായി നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാതെ വരികയും അതോടൊപ്പം സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ, നിർണായകമായ വിധിയിൽ പരാമർശിച്ചിരിക്കുന്ന പോലെ ഷെൽട്ടർ ഹോമുകൾ കൃത്യമായി ഒരുക്കുന്നതിൽ നേരിടുന്ന പരിമിതികൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത്. അതോടൊപ്പം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നിയമം ഇത്രയും കാർക്കശ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വന്ധ്യംകരണം അടക്കമുള്ള നടപടികൾ കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഒരു പദ്ധതി തന്നെ നിലവിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന പശ്ചാത്തലങ്ങളിലെല്ലാം തദ്ദേശ വകുപ്പിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഈ തെരുവുനായ വന്ധ്യീകരണം കൃത്യമായി
ആ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം നടന്നുകൊണ്ടിരുന്നതാണ്. തിരുവനന്തപുരത്ത് അടക്കം അത് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ കേന്ദ്ര നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഉള്ള നിയമങ്ങൾ, അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറിയ സാഹചര്യത്തിലാണ് ഈ തെരുവുനായ ആക്രമണങ്ങൾ പതിവായിട്ടും അതിന് ശാശ്വത പരിഹാരം കാണുക എന്നത് വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ടായത്. അതായത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷനിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ പറയുന്നത് കഴിഞ്ഞ 4 മാസത്തിനിടയിൽ മാത്രം 1,31,244 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം അതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ 4 മാസം ജനുവരി മെയ് മാസങ്ങൾക്കിടയിൽ 16 പേർ തെരുവുനായയുടെ കടിയേറ്റ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ 16 പേരിൽ 5 പേർ കൃത്യമായ വാലിഡ് ആയിട്ടുള്ള വാക്സിൻ സ്വീകരിച്ചവരായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ വാക്സിൻ സ്വീകരിച്ചവർക്കുൾപ്പെടെ 16 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുയരും. അതോടൊപ്പം കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 3 കുട്ടികൾക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ ദാരുണമായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിൽ കൊല്ലം പത്തനാപുരത്തും അതോടൊപ്പം പത്തനംതിട്ടയിലെ കോഴഞ്ചേരിയിലും അതോടൊപ്പം മലപ്പുറത്തെ തെഞ്ഞിപ്പലത്തും 3 പേർക്ക്, അതായത് 3 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. വീടിന് മുമ്പിൽ സ്കൂളിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴും തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അതിക്രൂരമായി നായ്ക്കളുടെ ആക്രമണം ഇവർക്ക് നേരിടുന്ന സാഹചര്യമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ ഈ നായയുടെ കടിയേറ്റതാണ് ഈ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഈ വൈറസ് പടരുന്നതിന് വഴിവെച്ചത്. അതോടൊപ്പം എടുത്തു പറയുന്ന കാര്യം, ഈ നാഡിയിലേക്ക് പെട്ടെന്ന് ഈ വൈറസ് പടരുന്നതിന് ഇടവെക്കുന്നത് 3 സ്ഥലങ്ങൾ, അതായത് കഴുത്ത്, കയ്യ്, അതോടൊപ്പം തന്നെ തല, ഈ 3 ശരീരഭാഗങ്ങളിൽ നായയുടെ കടിയേൽക്കുമ്പോഴാണ് ഈ വൈറസ് പെട്ടെന്ന് ശരീരത്തിലേക്ക് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ 3 കുട്ടികളുടെയും ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നാഡീവ്യൂഹത്തിലേറ്റ തകരാറാണ്, അല്ലെങ്കിൽ ഈ വൈറസ് നാഡീവ്യൂഹത്തിലേക്ക് പടർന്നതാണ് എന്നാണ് എടുത്തു പറയുന്ന കാര്യം. അപ്പോഴും ഈ വാക്സിൻ ഫലപ്രദമായി എടുത്തതിന് ശേഷവും തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം ആരോഗ്യവകുപ്പിനും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ചർച്ചകൾ, ചോദ്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ അവർ അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികളായിരിക്കും ആദ്യം തന്നെ ഈ നായ്ക്കളുടെ കടിയേറ്റാൽ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടാകുക. പക്ഷേ അവിടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കാര്യക്ഷമമായി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് പല സർക്കാർ ആശുപത്രികളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി. ഈ പ്രശ്നം രൂക്ഷമാകുകയും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയുമൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ നടപടിയെടുക്കാനായി ആരോഗ്യവകുപ്പിന്റെ അടിയന്തരമായ ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണക്കുകളാണ് ഞെട്ടിപ്പിക്കുന്നത്. 4 മാസത്തിനിടയിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, ഇത്രയും സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, ആ കാര്യത്തിന്റെ ഗൌരവത്തെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് 1,31,244 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിൽ 16 പേർ ദാരുണമായി മരണപ്പെടുകയും ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഈ സംഖ്യ നമുക്ക് അങ്ങ് അവിശ്വസിച്ച് തള്ളിക്കളയാനാവില്ല. ഇത് കൃത്യമായ കണക്കുകളാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ പൊളിച്ചെഴുത്ത് ആവശ്യം? സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു ഇടപെടലാണോ, അതോ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഭേദഗതി വരുന്നതുവരെ കാത്തുനിൽക്കുന്നത് മൂലം ഉണ്ടാകാൻ പോകുന്ന വലിയ വെല്ലുവിളിക്ക് ആര് വില നൽകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു കേൾക്കുന്നത്. ശരി.